ഞാൻ ഒരു ചക്ക അവിയൽ വയ്ക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ചക്കക്കുരു നല്ലവണ്ണം തൊലിച്ചതാ ഇങ്ങനെ ഈ നീളത്തിൽ അരിഞ്ഞ് നീളനെ അരിഞ്ഞിട്ട് അവിയലിനറിയാമല്ലോ ഇങ്ങനെ ഇതുപോലെ നീളത്തിന് അരിഞ്ഞിട്ട് ഞാനൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ചക്ക അരിഞ്ഞ് അടുപ്പിലോട്ട് ഇട്ടത്. ഞാനത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. ചക്ക അരിഞ്ഞിട്ട് അതും കൂടെ നമ്മൾ ഈ ചക്കക്കുരു ഇട്ട ആ വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്. ചക്ക ചോളയൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട്, കുരുവും നല്ല വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു അരപ്പുണ്ടാക്കട്ടെ. അതിൻ്റെ അരപ്പ് കൂട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില, ഒരല്പം ജീരകം കൂടെ, ഞാൻ ജീരകം എടുത്ത് വെച്ചില്ല, ജീരകം കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അതിൻ്റെ കൂട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് ചക്കയിലോട്ടൊന്ന് തട്ടട്ടെ. അപ്പോൾ ചക്ക വെച്ച സമയത്ത് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അരപ്പിട്ടിട്ടുണ്ട്. കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചക്കവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അടിപൊളി ചക്കവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. അടിപൊളി ചക്കവിയൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.